അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത ഭാരവാഹികളോടുള്ള നന്ദിയെ ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നു. നമുക്ക് ഇങ്ങനെ ഈ വർഷം PYPക്ക് ഇനാഗുറൽ മീറ്റിംഗ് ആയിട്ട് കൂടി വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. ഞാനൊരു വാക്യം വായിച്ച് ഞാൻ ഇത് ആരംഭിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 1 തിമോത്തി 4:12 എനിക്ക് പറയാനുള്ളത് നമ്മളുടെ യൗവനക്കാരോട് കൂടിയാണ്. നമ്മളുടെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. നമ്മളുടെ ഈ ലോകത്തിൽ നമ്മളുടെ കാപട്യം നിറഞ്ഞ വിശ്വാസകോളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മീയ കോളത്തിലാണെങ്കിലും നമ്മുടെ ഏത് ഇതിലാണെങ്കിലും നമ്മൾ ആരെ വിശ്വസിക്കും എന്ന് നമുക്കറിയില്ല. പക്ഷെങ്കിൽ നമ്മൾ ഒരു ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആ ദൈവത്തെ മുറുകെ പറ്റി നമ്മൾ അന്ത്യത്തോളം നമ്മുടെ ചുവടുകൾ വയ്ക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ദിവസവും നമ്മൾ വചനം കേൾക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ വചനം കേട്ട് നമ്മളെ തന്നെ ചതിക്കുന്നവരായി തീരാനല്ല. നമ്മൾ ദൈവദാസൻ പലപ്പോഴും നമുക്ക് വചനം പ്രബോധനമായി നമുക്ക് തരുന്നുണ്ട്. എന്നാൽ എന്നെയും കൂടി പ്രതിയാക്കിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നമ്മൾ വചനം കേട്ട് നമ്മുടെ നടപ്പ് നമ്മൾ സ്നേഹത്തിൽ നമ്മൾ ആർക്കെങ്കിലും കൈ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരോട് കൈ കൊടുക്കുക. അല്ലെങ്കിൽ വിശ്വാസത്തിൽ വിശ്വാസികൾക്ക് മാതൃകയായിട്ടാണ് നമ്മളെ ഓരോ പ്രവർത്തനം. ഇപ്പോൾ PYPയുടെ കൗൺസിൽ എടുക്കുന്ന പ്രോഗ്രാമാണെങ്കിലും ചർച്ച് കൗൺസിൽ എടുക്കുന്ന പ്രോഗ്രാമാണെങ്കിലും ഇതെല്ലാം വിശ്വാസികൾ. ഇതാരാണ് ഇതിനെ ഗ്യാദർ ചെയ്യുന്നത്? വിശ്വാസികൾ. അവർക്ക് മാതൃകയായിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റീവ് ഇതിലായിരിക്കണം. ഏതിലൊക്കെ ആയിരിക്കണം? നമ്മളെ നടപ്പ്, നമ്മുടെ വാക്ക്, നമുക്ക് സ്നേഹം, നമ്മുടെ വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. അതാണ് എനിക്ക് ഒരു 10-18 വർഷമായി ഞാൻ ഈ ചർച്ചയിൽ കൂടി വരുന്നു. എനിക്ക് പറയാനുള്ള മെസ്സേജ് ഇതാണ്. നമുക്ക് വേറൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായി നമ്മൾ ജീവിച്ചാൽ നമുക്ക് ആരുടെയും മുമ്പിൽ നമ്മൾ ലജ്ജിക്കാൻ ദൈവം വരുത്തത്തില്ല.